കേരള കോൺഗ്രസ് നേതാവ് പ്രിൻസ് ലൂക്കോസ് അന്തരിച്ചു. കുടുംബത്തോടൊപ്പം വേളാങ്കണ്ണിയിൽ പോയി മടങ്ങുന്നതിനിടെ ട്രെയിനിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടാകുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. വിവരങ്ങളുമായി ബിനിൽ ലീല സാബുണ്ട്. ബിനിൽ, വിയോഗം എപ്പോഴായിരുന്നു? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് പുലർച്ചെ 3:30-ക്കാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായത്. അദ്ദേഹം കുടുംബത്തോടൊപ്പം വേളാങ്കണ്ണിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് മടങ്ങുന്നത് ട്രെയിനിൽ വെച്ചാണ് ഹൃദയാഘാതം ഉണ്ടായത്. തെങ്കാശിക്ക് സമീപത്ത് വെച്ചാണ് ഹൃദയാഘാതം ഉണ്ടായത്. ആ സമയത്ത് തന്നെ ഒപ്പമുണ്ടായിരുന്ന കുടുംബം അദ്ദേഹത്തിന് തെങ്കാശിയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അവിടെ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചിരുന്നു. മാത്രമല്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതിയാണ് അദ്ദേഹം. മാത്രമല്ല സ്ഥാപക നേതാക്കളുടെ OV ലൂക്കോസിന്റെ മകൻ കൂടിയാണ്. യൂത്ത് ഫ്രണ്ട് KC സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന് വിയോഗം ഉണ്ടായത്. നേരത്തെ അദ്ദേഹം മാണി വിഭാഗത്തിൽ ഉണ്ടായിരുന്നപ്പോൾ നേരത്തെ കോട്ടയത്ത് ലോക്സഭാ ജില്ലയിൽ പരിഗണിച്ച ആളാണ്. അങ്ങനെ കേരള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം കൂടിയായിരുന്നു പ്രിൻസ് ലൂക്കോസിന്റേത്. പുലർച്ചെ 3:30-ക്കാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.